ഇന്ന് ഞാൻ നിങ്ങളോടൊരു കഥ പറയട്ടെ. എൻ്റെ ജീവിതം തുടങ്ങിയത്, എൻ്റെ ബാല്യം വിരിഞ്ഞത്, എൻ്റെ സ്വപ്നങ്ങൾ പിറന്നത് ഒരു ചെറിയ നഗരത്തിൽ. എൻ്റെ നഗരം ഭിലായ്. 1955 സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ പണിത ഇന്ത്യയിലെ വലിയ സ്റ്റീൽ പ്ലാന്റ് ഉള്ള നഗരം, അതാണ് ഭിലായ്. ചണ്ഡീഗഡ് പോലെ പ്ലാൻ ചെയ്ത നഗരം, സെക്ടറുകളായി വിഭജിച്ച ശാന്തമായ വഴികൾ, മരങ്ങൾ നിറഞ്ഞ റോഡുകൾ, സുരക്ഷിതമായ വീടുകൾ. ഒരു വശത്ത് സായിബാബ ക്ഷേത്രം, അതിൻ്റെ അടുത്തൊരു മനോഹരമായ പള്ളി. സെക്ടർ 2 എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ പ്രിയപ്പെട്ട അയ്യപ്പ ക്ഷേത്രം, അമ്മയും അച്ഛനും കൂടെ ഞാൻ ദിവസവും പോയിരുന്ന സ്ഥലം. സെക്ടർ 6 ഒരു മസ്ജിദ്, അതിൻ്റെ അടുത്ത് പള്ളി, ബുദ്ധക്ഷേത്രം, പിന്നെയും ഒരു പള്ളി. നെഹ്റു നഗറിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു ഗുരുദ്വാര. ജാത്ത് ഉത്സവം വന്നാൽ കുളത്തിൻ്റെ ചുറ്റും വിളക്കുകൾ, നിറങ്ങൾ, സംഗീതം, സന്തോഷം. വിവിധ മതങ്ങൾ, വിവിധ ഭാഷകൾ, വിവിധ സംസ്ഥാനങ്ങൾ, എല്ലാവരും ഒരേ കുടുംബം പോലെ ജീവിച്ച നഗരം ഭിലായ്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അധ്യാപകർ, വ്യാപാരികൾ, തൊഴിലാളികൾ, സ്വപ്നങ്ങളുമായി വന്നവർ, ജീവിതം പണിതവർ. എൻ്റെ ഭിലായ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയുടെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം. കേരളത്തിലുള്ള എൻ്റെ ബന്ധുക്കൾ പോലും വിശ്വസിക്കില്ല ട്രാഫിക് സിഗ്നൽ ഇല്ലാത്തൊരു നഗരമുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ. അതെ, ജീവിതം അത്ര ലളിതവും ശാന്തവുമായിരുന്നു. സൈക്കിളിൽ സ്കൂളിലേക്ക് പോയ ദിവസങ്ങൾ, സുഹൃത്തുക്കളോടൊപ്പം കളിച്ച മൈതാനങ്ങൾ. ഇന്ന് കണ്ണടയ്ക്കുമ്പോൾ ഞാൻ വീണ്ടും അവിടെ എത്തുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ഭിലായ് മാറിയിരിക്കുന്നു. എന്നെപ്പോലെ അവളും വയസ്സാകുന്നു. സെക്ടർ 9 ആശുപത്രി, ഒരിക്കൽ നമ്മുടെ നഗരത്തിൻ്റെ അഭിമാനം, ഇന്ന് നിശബ്ദമായി നിൽക്കുന്നു. എൻ്റെ അച്ഛൻ അവസാന ശ്വാസം വിട്ട ഓർമ്മകളുമായി. ഡോക്ടർമാരുടെ കുറവ്, വലിയ ചികിത്സകൾക്കായി മെട്രോ നഗരങ്ങളിലേക്ക് റെഫർ ചെയ്യുന്ന രോഗികൾ, എല്ലാം കേൾക്കുമ്പോൾ ഹൃദയം വേദനിക്കുന്നു. നെഹ്റു നഗറിൽ സൈക്കിളിൽ പോയി കണ്ട വലിയ വീടുകൾ, ഇന്ന് പലതും ശൂന്യം. കുട്ടികൾ മെട്രോ നഗരങ്ങളിലേക്ക്, പലരും വിദേശത്തേക്ക്. ചിരിയോടെ നിറഞ്ഞ വീടുകൾ ഇന്ന് ആരെയോ കാത്തിരിക്കുന്നു. സെക്ടറുകളിലെ വീടുകൾ ചിലത് അവശിഷ്ടങ്ങളായി മാറുന്നു. സിവിക് സെന്റർ പഴയ പോലെ ചലനമില്ല. കടകൾ ചെറുതായി തോന്നുന്നു, വഴികൾ നിശബ്ദം. എൻ്റെ കുട്ടികൾ എൻ്റെ ബാല്യകാല കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. അവർ ചോദിക്കുന്നു, അച്ഛാ, നമുക്ക് ഭിലായിലേക്ക് പോകാമോ? എൻ്റെ പഴയ വീട്, എൻ്റെ സ്കൂൾ, എൻ്റെ കളിസ്ഥലം, എൻ്റെ സുഹൃത്തുക്കൾ എല്ലാം കാണാൻ അവർ ആഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹം ഞാൻ നിറവേറ്റുമോ എന്നെനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഭിലായ് ഇന്നും ജീവിക്കുന്നു. ഒരു നഗരം കെട്ടിടങ്ങൾ മാത്രമല്ല, ഓർമ്മകളാണ്, സ്നേഹമാണ്, മനുഷ്യരാണ്. എൻ്റെ ഭിലായ് എന്നും എൻ്റെ വീടായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ എഴുതാൻ മറക്കരുത്.